അപ്പൊ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നു. കേരളത്തിൽ സ്റ്റാറ്റസ് ക്വോയാണ്, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. അതെ, പ്രതീക്ഷിച്ച അത്ഭുതങ്ങൾ സംഭവിച്ചില്ല. എന്താണ് ഒറ്റനോട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട്? അത് ഒരു മണ്ഡലം പോലെ തിരുമ്പരിപ്പിക്കട്ട വയനാട് ലോക്സഭാ മണ്ഡലം, അത് പോട്ടെ, ബാക്കി നിർത്തി കഴിഞ്ഞാൽ രണ്ടിടത്താണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ? ചേലക്കരയിൽ ശ്രമം നടത്തിയ പ്രതിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പരാജയപ്പെട്ടു. ജയിക്കുമെന്ന പ്രതീതിയിൽ ഈ നിമിഷം വരെയും കടന്നുപോയ BJPക്ക് പാലക്കാട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നും സംഭവിച്ചില്ല. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഈ പാലക്കാടാണല്ലോ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു മണ്ഡലം. കാരണം പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതെ, പിന്നെ കാലുമാറ്റം, കാലുവാരൽ, പിന്നെ പിണങ്ങിപ്പോക്ക്, തിരിച്ചടി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ വിഷയങ്ങൾ ഉണ്ടായൊരു സ്ഥലമാണ് പാലക്കാട്. അപ്പൊ അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിജയം വളരെ എന്താ പറയാ, ഒരു ആധികാരികമായൊരു വിജയമാണ് അദ്ദേഹത്തിന് പാലക്കാട് സമ്മാനിച്ചത്. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചത് 3,800 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോ ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളേറെ ഒരു 4,800 വോട്ടിലധികം കൂടുതൽ ഈ പ്രാവശ്യം നേടുകയും മൊത്തം ഭൂരിപക്ഷം വല്ല മാറ്റം വരുത്തുകയും ചെയ്തു. എന്നാൽ 10,671 വോട്ട് BJP കുറഞ്ഞു 2021. LDFന് 2000 വോട്ട് കൂടി. സ്വാഭാവികമാണ്. ഇതാണ് കണക്ക്. അതായത് LDFന് 2000 വോട്ട് കൂടിയപ്പോ പിന്നെ 4,000 സംതിങ് വോട്ട് UDF കൂടി. 10,671 വോട്ട് BJPക്ക് കുറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ? അതായത് ഇതിനകത്ത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള താരതമ്യം ഒരു വസ്തുതയാണ്. ഇപ്പൊ മെട്രോമാനെ പോലെയുള്ള ഈ ശ്രീധരൻ സാറിനെ പോലെയുള്ള ഒരാൾ നിൽക്കുമ്പോൾ അപ്പൊ അതിൽ BJP എന്നുള്ള ലേബൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനുപരിയായിട്ടുള്ള ചില പിന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ ആ മനുഷ്യനുണ്ടായിരുന്ന ഒരു അംഗീകാരം അത് ഇവിടെ ഒരിക്കലും കൃഷ്ണകുമാറിന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ആരോപണം നമ്മൾ പറയുന്നത്. ഇപ്പോ പിന്നെ പാൽ സൊസൈറ്റിയിലേക്കായാലും പഞ്ചാബിലേക്കായാലും പിന്നെ പഞ്ചായത്തിലേക്കായാലും പാർലമെന്റിലേക്കായാലും ഈ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു ആരോപണം പണ്ട് മുൻകാട് ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു വിശേഷിച്ചൊരു കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് ഒരാളൊരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അങ്ങനെയൊക്കെ തന്നെ മത്സരിച്ച് ആദ്യ സൊസൈറ്റി അങ്ങനെയൊക്കെ തന്നെ വരുന്നത്. പക്ഷെ അപ്പൊ അതിന് ഉപരിയായിട്ടുള്ള എന്തോ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ രാജഗോപാൽജി എത്ര സ്ഥലങ്ങളിലായിരുന്നു മത്സരിച്ചത്. ഏറ്റവും ഒടുവിൽ മത്സരിച്ചിടത്തെല്ലാം അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ അരുവിക്കരയും നെയ്യാറ്റിൻകരയും ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് അപ്പോഴും പക്ഷെ പ്രസിഡന്റ് മുരളീധരനായിരുന്നു, സുരേന്ദ്രനല്ല എന്നുള്ളതാണ്. അല്ല, അവരൊരു പ്രശ്നം എന്ന് വെച്ചാല് ഈ കോൺഗ്രസ് CPM പോലെ ഒരുപാട് പേരെ മാറ്റി പരീക്ഷിക്കാനില്ല എന്നുള്ളതാണ് ഒരു ഘടകം. BJPയെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു എന്താണ്, അവർക്ക് പരിമിതി അതാണ്. കാരണം അറിയപ്പെടുന്ന നേതാക്കൾ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അവരുടെ ഈ അറിയപ്പെടൽ ഉപയോഗിച്ച് പിന്നെ പാർലമെന്ററി വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കലായിരിക്കും സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പൊ C കൃഷ്ണകുമാറിനെ ആവർത്തിച്ച് പരീക്ഷിച്ചതിന്റെ കാരണം ഒരുപക്ഷെ അതായിക്കൂടെ. അതായിക്കൂടാ. കാരണം വെച്ചാൽ ഇത് പിന്നെ വളർച്ചയുടെ ഘട്ടമൊക്കെ BJP പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും നമ്മൾ ആ ഘട്ടങ്ങളിലല്ല വാസ്തവത്തിൽ. പിന്നെ എങ്ങനെയാണ് ഇത് മനുഷ്യന്റെ പിന്നെ ഒരാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പേര് അതെങ്ങനെയാണ് പൊതുജനമധ്യങ്ങളിലേക്ക് വരുന്നത്? അത് ആ പൊതുസമൂഹത്തിലുള്ള അവരുടെ ഇടപെടൽ കൊണ്ടാണ് വരുന്നത്. ഇപ്പൊ രാജഗോപാലും അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ എവിടെയൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു BJPക്കകത്ത്. പൊതുജനങ്ങളുടെ ഇഷ്യൂസ് എടുത്ത് അത് ചിലപ്പോൾ വിജയിക്കില്ലായിരിക്കാം. പക്ഷെ നല്ലൊരു കോർ ഇഷ്യൂ എടുത്തിട്ട് അതിന് അനുകൂലമായി പൊതുജനങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഒരുപക്ഷെ മണ്ഡലത്തിലേക്ക് പുറത്തേക്ക് പോലും വളരാനുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ 2-3 പേര് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് വേളിലുണ്ടാവുന്ന ആൾക്കാർ മാത്രം BJPക്ക് എടുത്തു പറയാവുന്ന കേരളം മുഴുവൻ അറിയാവുന്ന വ്യക്തിത്വങ്ങളായി വരുന്നതിന് കാരണം അവരുടെ പെരുമാറ്റത്തിന് പ്രശ്നം. പെരുമാറ്റമല്ല, ഒരുപക്ഷെ പുതിയ ആളുകളെ പരീക്ഷിക്കാത്തുണ്ടാകും. ഇപ്പൊ എല്ലായിടത്തും സുരേന്ദ്രൻ തന്നെ പോയി മത്സരിക്കണം അല്ലെങ്കിൽ രാജഗോപാൽ തന്നെ പോയി മത്സരിക്കണമെന്ന് പറയുന്ന സാഹചര്യങ്ങൾ വേറെയാണ്.
പക്ഷെ അവിടെ അവരെ മത്സരിപ്പിച്ച് ആ വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. പലയിടത്തും ബേസ് ഉണ്ടാക്കി വെച്ചു. ഇപ്പോ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് അവരെ എല്ലായിടത്തും പോയി. അപ്പൊ ഈ വോട്ട് വർദ്ധിപ്പിക്കുന്ന മെഷീൻ മാത്രമായി ഒരു നേതാവ് ചുരുങ്ങിയിട്ട് കാര്യമില്ല. ആത്യന്തികമായി ഇപ്പൊ ഒരു ഫുട്ബോൾ കളിയിലായാലും ശരി, ക്രിക്കറ്റ് കളിയിലായാലും ശരി, വിജയമാണ് അനിവാര്യം. അപ്പൊ അത് ആ ലെവലിലേക്ക് നേതാക്കൾക്ക് വളരാനുള്ള സാഹചര്യം അവിടെ എന്തുകൊണ്ടോ ഇല്ല. അതാണ്. അപ്പൊ അങ്ങനെ വളർന്നു വന്ന ഒരു നേതാവ് ആ മണ്ഡലത്തിലുള്ള വളരെ സുപരിചിതനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്മേൽ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഇതാണ് എന്റെ സാധ്യത. ഈ പിന്നെ BJP സ്ഥാനാർത്ഥിക്ക് ഇപ്രാവശ്യം കിട്ടിയ വോട്ട് 2016 BJP കിട്ടിയതിനേക്കാൾ കുറവാണ്. അപ്പൊ അതായത് പാർട്ടി 10 വർഷം പുറകോട്ട് പോയി. നരേന്ദ്രമോദി ഭരിച്ച 10 വർഷം ഇല്ല ഇപ്പൊ ഈ വിജയത്തിൽ, അല്ലേ? ഈ വോട്ട് എങ്ങോട്ടോ ചേർത്തു, അത് വലിയ അത്ഭുതമാണല്ലോ. അതായത് 2014 ശേഷം ഒരു മോദി ഇഫക്റ്റ് രാജ്യത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടായി. അതാണല്ലോ തൃശ്ശൂർ നമ്മൾ കണ്ടത്. പക്ഷെ ആ മോദി ഇഫക്റ്റിനെ തകർക്കുന്ന ഒരു സമീപനമാണ് നമ്മളിപ്പോ പാലക്കാട് കാണുന്നത്. അതായത് 2016 അതിനേക്കാളും കുറഞ്ഞ വോട്ടിലേക്ക് BJP ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ പാലക്കാടുള്ള പാർട്ടിയിലെ പ്രശ്നം ചെറുതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറുതല്ല എന്ന് വെച്ചാൽ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഇത്രയും വലിയൊരു വോട്ട് ചോർച്ച. മാത്രമല്ല അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അടക്കമുള്ള ധാരാളം വിഷയങ്ങൾ അവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു. ഉറപ്പ്. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞു കേട്ട വിഷയങ്ങൾ. ഇപ്പോ അവിടുത്തെ ഫുൾ ചാർജ് രഘുനാഥ്, പിന്നെ കൃഷ്ണകുമാറിന്റെ പത്നിയെ കുറിച്ചിട്ടുള്ള അവരുടെ പിന്നെ മറ്റ് ആൾക്കാരുടെ പേരുള്ള കടന്നുകയറ്റങ്ങൾ, ഇങ്ങനെ ചില വിഷയങ്ങൾ, പിന്നെ കെ സുരേന്ദ്രന്റെ, പിന്നെ BL സന്തോഷ്, ചുമതലയുള്ള സന്തോഷ്. ഇപ്പൊ ഇങ്ങനെ ഒരു പടല ആൾക്കാരുടെ മേലാണ് അവർക്ക് നേരെയാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നേരെയാണ് ആരോപണം വന്നുകൊണ്ടിരുന്നത്. അപ്പോ ഈ അവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും നഗരസഭ അത് BJPയുടെ കയ്യിൽ ഇരിക്കുമ്പോ അവര് പോലും വോട്ടിട്ടിട്ടില്ല. അപ്പൊ അത്ര വലിയ ഒരു വെറുപ്പ്, വിദ്വേഷം അവരുടെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഈ ഇത്രയും വലിയൊരു വോട്ട് വ്യത്യാസത്തിന് കാരണം. മാത്രമല്ല ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ആണല്ലോ ഇവരുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ശക്തി കേന്ദ്രത്തിനാണ് ഏറ്റവും കൂടുതൽ ചോർച്ച ഉണ്ടായത്. ആ ശക്തി കേന്ദ്രത്തിനാണ് ചോർച്ച ഉണ്ടായത്. അപ്പൊ അവിടെ നമുക്കൊരു സംശയം ഉണ്ടാവുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കഥ ഇറങ്ങിയിരുന്നല്ലോ. അതായത് കൗൺസിലർമാരെ കാശ് കൊടുത്ത് പിന്നെ മുന്നോട്ട് വാങ്ങിക്കാനുള്ള ഒരു പരിപാടി നടന്നിരുന്നു. ആ കൗൺസിലർമാർ പാലം വലിച്ചതാകാമോ? ഈ പാലം വലിക്കുന്നത് ഇപ്പൊ ഇത്തരം ഒരു കേഡർ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടെന്ന് പെട്ടെന്ന് പാലം വലിക്കൽ സാധ്യമല്ല. പക്ഷെ ഒറ്റയ്ക്കും കൂട്ടായി ഇതിനകത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു വാസ്തവത്തിൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ആ മേഖല 4310 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. അല്ല, അതാണ്. അതായത് ഇതൊരു പൊതു വിചാരം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ BJPയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെ കുറിച്ചും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചും അവരുടെ പിന്നെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ വലിയ തോതിൽ അമർഷം അവിടെ ഉണ്ടായിരുന്നു. ജില്ലാ നേതൃത്വത്തെ കുറിച്ച് ജില്ലാ നേതൃത്വം മാത്രമല്ല, ഈ ജില്ലാ നേതൃത്വത്തിന് കുട പിടിച്ച മറ്റ് സംസ്ഥാന നേതാക്കളും പിന്നെ ചാർജുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ ആരോപണം അങ്ങോട്ടേക്ക് നീളും. ഇപ്പൊ ഈ കൊലപ്പണ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ആരോപണം വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ബെൽറ്റ്, ഒരു വല്ലാത്തൊരു നെക്സസ്, ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇതിനകത്ത്. അപ്പൊ ആ ബന്ധത്തിന്റെ കയ്യിൽ മാത്രം ഇലക്ഷൻ വരുമ്പോ കാര്യങ്ങൾ നിൽക്കുക, തോൽക്കുക, അവർക്ക് എന്താണ് ലാഭം എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്ന ലാഭം നമ്മളിവിടെ പറയുന്നില്ല. പക്ഷേ അത് ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പഞ്ചായത്തിൽ കുറഞ്ഞത് അത് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. അപ്പൊ അവിടെ ഒരു ഒരു ഒത്തൊരുമ ഈ മെമ്പേഴ്സിന്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല, വേറൊരു വസ്തുത കൂടെ കാണേണ്ടത്, പാലക്കാട് നിയോജകമണ്ഡലം ഒരിക്കലും BJPയുടെ മണ്ഡലമല്ല, ആയിരുന്നില്ല. കാര്യം ദീർഘകാലം അത് CPMന്റെ കോട്ടയായിരുന്നു. പിന്നീട് അത് കോൺഗ്രസിന്റെ മണ്ഡലമായി മാറുകയായിരുന്നു. അപ്പോ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തൊക്കെ BJPക്ക് വലിയ ഹോൾഡ് ഉള്ളതാണ് എന്ന് പറഞ്ഞത് ഈ നഗരപ്രദേശങ്ങളിലുള്ള അതായത് ഈ നിയോജക മണ്ഡലത്തിലെ മൊത്തം വോട്ടേഴ്സിന്റെ 60% എന്ന് പറയുന്നത് ഈ മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ള, ബാക്കി 40% 3 പഞ്ചായത്തുകളിലോട്ടുള്ളൂ. അപ്പൊ ഈ 60% മഹാഭൂരിപക്ഷം സമീകരിക്കാൻ കഴിഞ്ഞാൽ ജയിച്ചു എന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ ആ ഭാഗത്തുള്ള ഇവരുടെ ഒരു ശക്തി ചോരുകയും സ്വാഭാവികമായിട്ട് കോൺഗ്രസ് കടന്നുകയറുകയും ചെയ്യുന്നത് ഭാവിയിൽ BJPയുടെ പാലക്കാട്ടെ നിലനിൽപ്പിന് ഒരു ഭീഷണിയല്ലേ? BJP എപ്പോഴും ഈ ഒരു കൃത്യമായ വോട്ട് BJPക്ക് ഇപ്പോഴും ഇല്ല കേരളത്തിൽ. പക്ഷേ എല്ലാവരും പറയുമായിരിക്കും ഇത് ഒരു RSS
വോട്ടുകൾ കൃത്യമായ വോട്ടുകൾ ഇപ്പൊ 1000 വോട്ട് ഉണ്ടെങ്കിൽ 1000 വോട്ട് കിട്ടില്ലെന്ന് അതുപോലും പലയിടത്തും കിട്ടത്തില്ലേ. 40,000 വോട്ടുകാർ കൂടെ ഉണ്ടെന്നാ മനസ്സിലായി. അപ്പൊ ആ കേഡർ വോട്ട് അതായത് അതാണ് ഞാൻ പറഞ്ഞത്, BJPക്ക് CPM-നെ പോലെ ഇത്ര ശതമാനം വോട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ചെറിയ വ്യത്യാസങ്ങൾ മാറാത്ത വോട്ടുകൾ എന്ന് പറയുന്ന വോട്ടുകൾ ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പക്ഷെ നമുക്ക് ഉറപ്പിക്കാം, CPM അതുണ്ട്, നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ CPM പോലൊരു കേഡർ സിസ്റ്റത്തിൽ കേരളത്തിൽ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും BJP അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് രണ്ട് ധാരയായി ഒഴുകുന്നുണ്ട്. ഒരു RSSന്റെ ഒരു സംഭവം, പിന്നെ ഇപ്പൊ അതിലൊന്നും ഇല്ലാത്ത മറ്റു BJPക്കാരുടെ ഒരു സംഭവം. അപ്പൊ ഇത് തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാറ് പോലുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഠനപ്പടങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് താൻ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു വോട്ട് സമാഹരണം നടക്കാറുമില്ല. എക്കാലത്തും എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പഠനപ്പിണക്കങ്ങൾ എഴുതലും ഉണ്ടായിരിക്കണം. അപ്പൊ ആത്യന്തികമായി തീരുമാനങ്ങളിലേക്ക് ഈ BJPയിലെ ചില ആൾക്കാർ പിന്നെ അവരുടെ വാക്കുകൾക്കാണ് ഏതോ ഒരു സാഹചര്യത്തിൽ അവർക്കാണ് ഒരു മുൻതൂക്കം കിട്ടുന്നത്. ആ മുൻതൂക്കം വലിയ അമർഷത്തിലേക്ക് കൊണ്ടുപോവുക. ആ അമർഷമാണ് വാസ്തവത്തിൽ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ പ്രകടമായത്. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ഈ നല്ല വോട്ടിംഗ് പെർസെന്റ് കയറിയപ്പോഴേ ആദ്യം പറഞ്ഞ പഞ്ചായത്തിൽ കൃഷ്ണകുമാർ തന്നെയാണ് പറഞ്ഞത്, ഒരുപാട് പേര് ഇങ്ങനെ തള്ളിക്കയറി വോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഈ തള്ളിക്കയറി വോട്ട് ചെയ്തൊക്കെ കൃഷ്ണകുമാർ തോപ്പിക്കാനായിരുന്നു ഇപ്പോൾ അവർ വോട്ട് ചെയ്തിരിക്കുകയാണ് പറഞ്ഞത്. ആവേശമൊക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മളിനി മിണ്ടാതിരുന്നാൽ ചിലപ്പം എല്ലാവരും വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചു കളഞ്ഞാലോ ആ ഒരു അപ്പൊ അത്ര നിശ്ചിതമായ ഒരു രോഷം ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് കൂടുതലും നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എങ്കിൽ പോലും BJP ഇനിയും ഏറെ നാളെടുക്കും ഏതാണ്ടൊന്ന് വളർന്നു കിട്ടാൻ. ഈ സന്ദീപ് ഫാക്ടർ സ്വാധീനിച്ചിട്ടുണ്ടാവും. സന്ദീപ് ഫാക്ടർ ചെറുതായിട്ടൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അത് അതിന്റെ ആക്കം ഈ രോഷത്തെ ഒന്ന് ആക്കം കൂട്ടിവിടാൻ അവര് ഒരുപാട് ഫാക്ടറികൾ ഒരെണ്ണം അല്ല തോൽപ്പിച്ചത് സന്ദീപാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രധാനമായിട്ടും ഈ സ്ഥാനാർത്ഥികളുടെ അപ്രിയമായിരിക്കാം പ്രധാനപ്പെട്ട തോൽപ്പിച്ചത് സന്ദീപ്. അങ്ങനെ ഒരു ഫാക്ടർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആ മൂത്താൻ സഹോദരൻ അങ്ങനെ അതൊന്നും അല്ല വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഒരംശം അതിലൊക്കെ ചിലപ്പോൾ സ്വാധീനിച്ചു എന്നൊക്കെ വരാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഇനി ഓരോ ബൂത്തുകൾ തിരിച്ചുള്ള കണക്കുകളൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ. അതെ അല്ല, ഇതോടൊപ്പം നമ്മള് ചേലക്കരയില് പിന്നെ അവരുടെ കോട്ടയാണ്, CPM-ന്റെ കോട്ടയാണ്. അവരത് നിലനിർത്തി. അതെ. പക്ഷെ നിലനിർത്തിയപ്പോഴും ഇന്ന് രാധാകൃഷ്ണൻ പിന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 12,000 അദ്ദേഹത്തിന് കിട്ടിയ 34,000 വോട്ട് ഭൂരിപക്ഷമായിരുന്നു. അപ്പൊ ഈ കുറഞ്ഞ വോട്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടെന്ന് കണക്കൂട്ടുന്നത് തെറ്റൊന്നുമില്ല. ഇപ്പോ അതിൽ കൂട്ടത്തിൽ ഇവരെല്ലാരും ഇപ്പൊ തന്നെ മറ്റൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആദ്യ വാക്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങി. ഇത് 3-ാം തവണ ഞങ്ങൾ തന്നെ എന്ന് അടിച്ചു തുടങ്ങി. ഇപ്പോ കേരള ആദ്യം തുടങ്ങിയത്. അല്ല, പക്ഷേ ഈ സംഖ്യ അവർ മറക്കും. അല്ല, സംഖ്യ അതൊക്കെ മറക്കും. നല്ല വർക്ക് അവിടെ പിന്നെ രമ്യ ഹരിദാസിനോട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രമ്യക്ക് ഉദ്ദേശിച്ചതുപോലെ രമ്യക്ക് അവിടെ കടന്നുകൂടാൻ സാധിച്ചിട്ടില്ല. മോശപ്പെട്ട സംഭവമല്ല. അൻവർ പിടിച്ച ഒരു 4,000-ഓളം 3,900 എത്രയാണെന്ന് പിടിച്ചിട്ടുള്ള. അപ്പൊ ഇപ്പൊ 3,900 വോട്ട് എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു വോട്ടല്ല. എന്നിട്ട് അദ്ദേഹം തന്നെ ഇപ്പൊ പ്രസിഡന്റിനോട് പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടു. നിങ്ങൾ അത് വലിയ മോശമെന്ന് നിങ്ങൾ കരുതണ്ട, കാരണം CPM ഒറ്റയ്ക്ക് ഇവിടെ എത്ര വോട്ട് പിടിക്കും ന്യായമാണ് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് പെർസെന്റേജ് 4,000 വോട്ടത്തോളം മോശപ്പെട്ട വോട്ടൊന്നും അല്ല. അപ്പൊ അതെങ്കിലും പിടിച്ചു അദ്ദേഹം. അപ്പൊ അവിടെയും നല്ലൊരു വർക്ക് പിന്നെ K. സുധാകരനും സംഘവും നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഭൂരിപക്ഷത്തിന് കുറവ് വന്നത്. ചേലക്കരയില് CPM പ്രസ്റ്റീജ് മത്സരമായിട്ട് കണ്ടു. കാര്യം എങ്ങനെയും കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി 7 സ്ഥലം അവിടെ എല്ലായിടത്തും ഓരോ പഞ്ചായത്തിനും ഓരോ മന്ത്രിമാർക്കാണ് ചാർജ് കൊടുത്തിരുന്നത്. മുഖ്യമന്ത്രി എല്ലായിടത്തും പോയി. കാരണം അവിടെ പോയി. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞത് ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഒരു വാശി ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചേലക്കരയിൽ ഒന്നും സംഭവിക്കരുത്. ചേലക്കര സംഭവിച്ചാൽ ചിത്രം മാറുമെന്ന് ആദ്യം അറിയാവുന്ന ആൾ മുഖ്യമന്ത്രി തന്നെയാണ്. അത് ഞാൻ അവിടെ താൻ പഠിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അവിടെ കൃത്യമായി തന്നെ ചെയ്തിരുന്നു. ഇതിനകത്ത് ഈ അതിന്റെ ഗുണം കിട്ടി ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിൽ കൂടെ നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നേതാക്കൾക്കൊരു പരിവേഷം ഉണ്ട്. ഇപ്പൊ K. രാധാകൃഷ്ണൻ വലിയ എതിർപ്പുകളൊന്നും വലിയ എന്നുള്ളതല്ല, എതിർപ്പുകളില്ലാത്ത ഒരു നേതാവാണ്. ഇപ്പൊ രാഷ്ട്രീയ എതിർപ്പുണ്ടാവും, ആർക്കും ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അല്ല അതിലുപരിയായി തന്നെ അൽപ്പൊടിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രദീപ്, അദ്ദേഹം യാതൊരു വിധത്തിലും എതിർ സ്ഥാനാർത്ഥിയെ പോലും മോശപ്പെട്ട ഒരു വാക്കുകൊണ്ട് പോലും പറയാതെ. അപ്പൊ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ അതും ഒരു പരിധി വരെ ഈ പാർട്ടിക്ക് ഉപരിയായ വോട്ടുകൾ നേടാൻ സഹായിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ വലിയ ഗുണകരമായിട്ടുണ്ട് CPM-ന്. ആ ഒരു അവസ്ഥയിലേക്ക് രമ്യ ഹരിദാസിന് എത്താൻ കഴിഞ്ഞില്ല. അതാണ് നമ്മളിപ്പോൾ കളിയാക്കുന്നതല്ല. ഇപ്പൊ പാട്ട് പാടിയതുകൊണ്ട് വോട്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് കളിയാക്കാനല്ല പറഞ്ഞത്. വോട്ട് ലഭിക്കണമെങ്കിൽ
സ്ഥാനാർത്ഥിക്ക് ആ വ്യക്തിക്ക് അതിൻ്റെതായ ചില ഗുണവിശേഷങ്ങളുണ്ടാവും. അത് പാർട്ടിക്ക് അപ്പുറമായി. പക്ഷേ അവിടെ വേറെ കാര്യം ശ്രദ്ധിക്കണം. ആ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം വോട്ട് കൂട്ടിയിട്ടുണ്ട്. ബാലകൃഷ്ണന്റെ കണക്കിലേക്ക് വരാം. 2024 BJP 24,045 വോട്ടായിരുന്നു. ഇപ്രാവശ്യം 33,350 9,309 വോട്ട് കൂട്ടി. അത് ബാലകൃഷ്ണന്റെ വോട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ഥാനാർത്ഥി കടന്നു വരണം. BJPയെ സംബന്ധിച്ചിട്ട് അങ്ങനെ കടന്നു വന്നാൽ പോലും വിജയം ഒരുപക്ഷെ സാധ്യമല്ലാത്ത ഒരു സാമൂഹ്യ പരിസരമാണ് കേരളത്തിൽ ഉള്ളത്. സാർ നേരത്തെ പറഞ്ഞല്ലോ, ഒരേ സ്ഥാനത്ത് തന്നെ നിരന്തരമായി പരീക്ഷിക്കുന്നതിന്റെ ഒരു കുഴപ്പം BJP. ഈ ചേലക്കരയില് ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് പലരും BJPക്ക് അകത്തുള്ളവരെന്നെ പറഞ്ഞിരുന്നു, ഇയാൾ ആർക്കും അറിയത്തില്ല, പിന്നെ അറിയുന്ന ആരെയെങ്കിലും പിടിച്ച് മത്സരിപ്പിക്കേണ്ടതായിരുന്നു എന്ന് BJPക്ക് അകത്ത് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ സംഖ്യകളുണ്ടല്ലോ, ആവേശ സംഖ്യകൾ കുറെ പേര് അഭിപ്രായങ്ങൾ പറയുന്നത് കിട്ടും. അപ്പൊ ഈ 9,000 വോട്ട് കൂടിയോടെ ഒരു കാര്യം മനസ്സിലാവുന്നത്, ബാലകൃഷ്ണനെ പോലെയുള്ള കഴിവുള്ള ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്നല്ലേ. സംശയം എന്താ, ഈ ഒരാളെ എങ്ങനെയാണ് പൊതുജനങ്ങൾ അറിയുന്നത്? അയാളുടെ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള വല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും നാട്ടിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ഷൻ കൂടി നിൽക്കുമ്പോൾ അന്ന് ബൂസ്റ്റപ്പാവും. അപ്പൊ ഇതിന് ഒരുപാട് സാധ്യതകളൊന്നും കിട്ടിയിട്ടുള്ള ആളല്ലല്ലോ. അപ്പൊ ഇപ്പൊ മനസ്സിലായി അദ്ദേഹത്തിന് ഈ ചേലക്കര കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത മണ്ഡലങ്ങളാണ്. ഇപ്പോ തൃശ്ശൂരിൽ നിന്ന് ആൾക്കാരൊക്കെ ഒരുപാട് വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണം അവിടെ കിട്ടി, ഉറപ്പായി കിട്ടി. ഈ പ്രദീപിന്റെ വ്യക്തിത്വത്തിനും CPMന്റെ പ്രവർത്തനത്തിനും ഉള്ള വോട്ടും അവിടെ കിട്ടി. താരതമ്യേന എന്താണ് രമ്യ ഹരിദാസിന് അത്രയ്ക്ക് വിളങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവര് പോയത്. അപ്പൊ ഈ രമ്യ ഹരിദാസിനെ നിർത്തിക്കൊണ്ട് ഒരു വിജയം അവിടെ സംഘടിപ്പിച്ചെടുക്കാം എന്ന ഒരു തോന്നലാണ് അവിടെ അടിയേറ്റത്. അത് CPM തന്നെയാണ്. ഇത് CPMന് നല്ല തോതിൽ അവര് അടുത്ത തവണത്തേക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. അല്ല, ഈ ആദ്യത്തെ ഒരു റിയാക്ഷനില് ഞങ്ങള് മൂന്നാമതും ഭരിക്കും എന്നൊക്കെ പറഞ്ഞ CPM വളരെ സൂക്ഷിക്കേണ്ടത്, ഇവിടെ നഷ്ടപ്പെട്ടു പോയ 10-12,000 വോട്ടുണ്ട്. കഴിഞ്ഞ 21 ഭൂരിപക്ഷം 12,000 ചുരുങ്ങി. കെ.രാഷ്ട്രൻ നേടിയത്, അത് കെ.രാഷ്ട്രന്റെ വ്യക്തിപ്രഭാവം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം പാർട്ടിക്ക് പിടിച്ചെങ്കിൽ പോലും ഇത്രയും വോട്ട് കുറയുകയും അതിൽ നിന്ന് 9,000 വോട്ട് BJP കിട്ടുകയും ചെയ്യുമെന്ന് പറയുന്നത് CPM ഭാവിയിൽ ആശങ്കയോടെ കാണേണ്ട ഒരു കാര്യം. ഉറപ്പായും. കാരണം ഈ നേതാക്കൾ ആരും തന്നെ മോശപ്പെട്ട, അവിടെ ഇപ്പൊ ബാലകൃഷ്ണൻ ആയാലും ശരി, രമ്യ മോശപ്പെട്ടതായിരുന്നില്ല. ഒരു പക്ഷേ ഇപ്പൊ രമ്യ ഹരിദാസുമായിട്ട് മറ്റൊരു സ്ഥാനാർത്ഥി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വന്നു വരാം. പക്ഷെ അവിടെ ബാലകൃഷ്ണൻ സാധ്യത ഇനിയുണ്ട്, പ്രദീപിന് സാധ്യതയുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ത്രെട്ട് ഇല്ല അവർക്ക്. തൽക്കാലത്തേക്ക് ഒരു ത്രെട്ട്, അവര് മൂന്നാം ഭരണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ത്രെട്ട് തൽക്കാലമില്ല. അതിനിടയിൽ ഒരു പക്ഷേ ഈ BJP കാൻഡിഡേറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ ഒക്കെ മറ്റാരെങ്കിലും ഒക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിൽ അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പൊ രാഹുൽ മാങ്കോട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെ നിന്ന് മത്സരിക്കാൻ ത്രാണിയുള്ള നേതാവായി വളർന്നു വരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള നേതാക്കൾ വളർന്നു വരണം, അവരിത്തരം മണ്ഡലത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ ഈ കുത്തക ഇതിനെ പൊളിക്കാൻ കഴിയും. അത് BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും എങ്കിലേ ആ ഒരു കുത്തക സംവിധാനത്തെ പൊളിക്കാൻ കഴിയും. പാലക്കാട് BJP ജില്ലാ നേതൃത്വത്തിൽ കലാപക്കൊടി വരാൻ സാധ്യതയുണ്ടോ? പാലക്കാട് ഈ കോൺഗ്രസിന്റെ അല്ല BJPയുടെ പാലക്കാട് പാലക്കാടിൽ ഉറപ്പായി വരും ദിവസങ്ങളിൽ അതിന് ചേർത്ത് നിൽക്കാനുള്ള ശ്രമം സുരേന്ദ്രൻ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ഉണ്ടാവും. വയനാട് ഇവിടെ നമുക്ക് പറഞ്ഞ് വയനാട് സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു സംഭവമാണ് ഉണ്ടായത്. ഏതാണ്ട് 4 ലക്ഷം അടുപ്പിച്ചിട്ട് ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് കിട്ടിയിരിക്കുന്നു. അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുനമ്പം അവിടെ ഏശിയിട്ടില്ല എന്നാണ്. കാര്യം നല്ല രീതിയിൽ ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകളുണ്ട്. അപ്പൊ ഈ വിഷയം ആളുകളെ ബാധിക്കുന്നതല്ല എന്നും, ഈ പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ടുകൊണ്ടിരിക്കുന്നവർ അവർ കോൺഗ്രസിനെ കൈവിടാൻ തയ്യാറല്ല എന്നതിന്റെ തെളിവും കൂടിയാണ് ഈ ഇവർക്ക് കിട്ടിയ ഭൂരിപക്ഷം. ഉറപ്പായും. കാരണം ചില നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ രാഹുൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അന്നവർക്കൊരു വിഷയമല്ല. നമ്മുടെ BJP കാൻഡിഡേറ്റ് നവ്യ ഹരിദാസ് ഓടിക്കയറുന്ന സ്ഥലങ്ങളൊന്നും പ്രിയങ്കയ്ക്ക് ഓടിക്കയറാൻ പറ്റില്ല. അതൊന്നും അല്ല ആൾക്കാർ നോക്കുന്നത്, അതൊന്നും അല്ല. അപ്പൊ നവ്യരസിനെയോ മറ്റു സത്യൻ മോഹരി ഒന്നും നമ്മൾ കുറച്ച് കാണുന്നതല്ല. സത്യൻ മോഹരി ഇനി അവിടെ കൊണ്ട് നിർത്തി മത്സരിപ്പിക്കണമായിരുന്നു എന്നുള്ള കാര്യം ചിന്തിക്കുകയാണ്. പക്ഷെ CPM എന്ത് ചെയ്യും? അവർക്ക് വേറെ ആളും പേരൊന്നും ഇല്ലതേ, ഉള്ള ആൾക്കാരെ കൊണ്ട് നിർത്തി. പക്ഷെ ഒരു ചുരുക്കുള്ള ഒരു വനിതയെ നിർത്തിയിട്ടാണ് BJP ശ്രമം നടത്തിയത്. പ്രതീക്ഷിച്ച പോലെ സുരേന്ദ്രൻ പിടിച്ച വോട്ടിന്റെ ഒന്നും എത്തിയില്ല. അപ്പൊ അവന് വളരേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു നേതാവ് ഉണ്ടായി വരേണ്ട സാധ്യത, നല്ല കലിബറുള്ള നല്ല ഒരു കാൻഡിഡേറ്റ് ആണ് BJP. കാലം കൊണ്ടേ അത് പാകപ്പെട്ട് വരുള്ളൂ, അപ്പോഴൊരു സാധ്യതയുള്ളൂ. ഇല്ല അപ്പൊ പിന്നെ അവിടുത്തെ കൃത്യമായിട്ടുള്ള ഒരു സമുദായ വോട്ടുകളുണ്ട്. അപ്പൊ അതില്ലെന്ന് പറയാൻ കഴിയില്ല. അത് എപ്പോഴും അത് ഈ പാർട്ടി കേഡറിലും ശക്തമാണ്. അപ്പൊ അതിന്റെയൊക്കെ കൂടി വെളിച്ചത്തിലാണ് ഈ കണ്ടത്. രസാരമായ കാര്യം വെച്ചാല് ഇത് കുറയും ഇത്തവണ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ചതിനുള്ള മറുപടി കൂടിയാണ്. അതെ. അപ്പൊ എന്തായാലും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാതെ കഴിഞ്ഞു പോയി.
സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയ ചേരികളിലും വലിയ ഭൂകമ്പത്തിന് സാധ്യതയില്ലാതെ 1-2 ചർച്ചയ്ക്കുള്ളിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവിടെ 2ാം നിര നേതാക്കൾ ശക്തി പ്രാപിക്കുന്നതിന്റെ ഒരു സൂചന ഇതിൽ കൂടെ നമ്മൾ കാണേണ്ടി വരും. കാര്യം ഷാഫി പറമ്പിന്റെ കാൻഡിഡേറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും VD സതീശനുമുള്ള ട്രയോ എന്ന് പറയുന്ന ആ സംഘം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെന്നിത്തലയെ പോലുള്ള സീനിയർ നേതാക്കൾ ഒളിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടി ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചത്.